ഈ സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു സന്ധ്യയ്ക്ക് നമ്മളെല്ലാവരും ഇന്ന് സാക്ഷിയാവുകയാണ്. ഈ പ്രദേശത്ത് സർവശക്തനായ അള്ളാഹുവിൻ്റെ പ്രപഞ്ചാധിനാഥനായ തമ്പുരാൻ്റെ നാമധേയത്തിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ മഹത്തായ ഒരു പരിശുദ്ധമായ പള്ളി മസ്ജിദ് അതിൻ്റെ ബാലാരിഷ്ടതകളെ അതിജീവിച്ച് ഇന്ന് മനോഹരമായി തല ഉയർത്തി നിൽക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു പള്ളിയായി പുനർനിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത മനോഹരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ നമുക്കെല്ലാവർക്കും ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ഈ മഹത്തായ സൽക്കർമ്മത്തിന് നേതൃത്വം നൽകാൻ മാത്രമല്ല, ഈ പള്ളിയെ ഈ മാതിരി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ സാമ്പത്തിക സഹായം നൽകുന്നതിന് സന്നദ്ധനായ, നമ്മുടെ നാടറിയാത്ത, നാമുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലാത്ത പുറത്തുനിന്ന് വന്ന ബഹുമാന്യനായ ഹൈത്തം അബ്ദുദ്ദായിം സാലിഹ് സാഹിബ് ഈ രംഗത്ത് അദ്ദേഹം ചെയ്ത ദാനധർമ്മങ്ങൾ, സദഖാത്തുകൾ അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ഐശ്വര്യത്തിൻ്റെ, അഭിവൃദ്ധിയുടെ, നന്മയുടെ, ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെ ഉദാര കവാടങ്ങൾ റബ്ബ് തആല തുറന്നു കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അദ്ദേഹത്തെ മഹത്തായ സംരംഭത്തിന് പ്രേരണ ചെലുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഷംസു സാഹിബിനെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട അബ്ദുദ്ദായിം സാഹിബ് പറഞ്ഞതുപോലെ, യഥാർത്ഥത്തിൽ ഈ കാണുന്ന ഈ പള്ളിയുടെ പേരിൽ നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുമ്പോൾ, വിശിഷ്ടാതിഥിയായ അബ്ദുദ്ദായിം സാഹിബിനെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല, എല്ലാം അദ്ദേഹമാണ് എന്ന്. സാമ്പത്തികമായി അദ്ദേഹമാണ് എല്ലാമെന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈവശം അള്ളാഹു നൽകിയ സമ്പത്ത് നമ്മുടെ നാട്ടിലെ ചെറുതായിരുന്ന ഈ പള്ളിയെ വലുതും പ്രൗഢവും മനോഹരവുമാക്കി തീർക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലേക്ക് പ്രവഹിക്കുന്നതിന് കാരണമാക്കി തീർത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഷംസു സാഹിബാണ്. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നന്മകൾ ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സംരംഭങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തെ, പരിശുദ്ധമായി പള്ളിയെ ഇങ്ങനെയാക്കി തീർക്കുന്നതിന് വേണ്ടി കൈമൈ മറന്ന് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും അധ്വാനം കൊണ്ടുമൊക്കെ വിവിധങ്ങളായ വഴികളിലൂടെ സഹകരിച്ച ചേർന്ന് നിന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല, അത് സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, നാട്ടുകാരാകട്ടെ, പുറം നാട്ടുകാരാകട്ടെ, മുസ്ലിമാകട്ടെ, അമുസ്ലിമാകട്ടെ, അതുകൂടി ഇവിടെ പറയുക പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഈ നാട്ടിലെ ഈ പള്ളിയെ മുസ്ലിമീങ്ങളുടെ ഒരു പള്ളിയാണെന്ന് കാണുന്നതിനപ്പുറത്ത് ഇത് ഈ നാടിൻ്റെ ഒരു പള്ളിയാണ്. ഈ നാടിലെ ദൈവത്തെ ആരാധിക്കുന്ന ദേവാലയമാണ്. അതൊരു വിശുദ്ധമായ സങ്കേതമാണ്. ഈ നാടിൻ്റെ നന്മയ്ക്ക്, ഈ നാടിൻ്റെ ഐശ്വര്യങ്ങൾക്ക്, അഭിവൃദ്ധിക്ക് നിദാനമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ പള്ളി ഞങ്ങളുടേതല്ല, അവരുടേതാണല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടേതാണ് എന്ന് വിചാരിക്കുന്നതിനപ്പുറത്ത് ഈ പള്ളി ഞങ്ങളുടെ എല്ലാവരുടേതുമാണെന്ന് വിചാരിക്കുന്ന ഒരുപറ്റം സഹോദരങ്ങളാണ് ഈ നാട്ടിലുള്ള ഇതര സഹോദരന്മാരെന്നതിൻ്റെ സംഘാടകർ പ്രത്യേകമായി എന്നോട് വിളിച്ചപ്പോഴേ പറഞ്ഞു. അക്കാര്യം പ്രത്യേകം ഇന്നത്തെ കാലത്ത് എത്ര പ്രസക്തമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. കാരണം പള്ളികൾ മറ്റുള്ളവരുടെ തേടിപ്പിടിച്ച് തല്ലിപ്പൊളിക്കാനും അതിൻ്റെ പേരിൽ നാടാകെ കലാപത്തിൻ്റെ പരമ്പരകൾ അഴിച്ചുവിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ഒരമ്മ പറ്റ മക്കളെ പോലെ പരസ്പരം സഹകരിച്ച് ജീവിച്ചു വന്നിരുന്ന ഒരു ജനതയെ തല്ലിപ്പിളർക്കാനും തമ്മിലടിപ്പിക്കാനും വേണ്ടിയിട്ട് അധികാര കേന്ദ്രങ്ങൾ വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പേരിൽ തമ്മിലടിക്കാനുള്ളതല്ല, ദൈവവും മതവും ആരാധനാലയങ്ങളും തമ്മിലടിക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ളതല്ല, ഞങ്ങൾക്ക് ചേർന്ന് നിൽക്കാനുള്ളതാണെന്ന മഹനീയമായ പാഠം ഉൾക്കൊണ്ട ഒരു ഗ്രാമീണ ജനതയാണ് ഈ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സമുദായ അംഗങ്ങളെന്ന് ഇതിൻ്റെ സംഘാടകരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞപ്പോൾ അതിയായ സന്തോഷം തോന്നി. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഈ നന്മ നമ്മുടെ നാട്ടിൽ പടച്ച തമ്പുരാൻ എന്നും നിലനിർത്തി തരുമാറാകട്ടെ. ഇന്നലകളിലും നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നുവല്ലോ. എന്നോട് പറഞ്ഞു, മാസത്തിൽ പെട്ടി വെട്ടിക്കുമ്പോൾ ഇതിൻ്റെ കുറ്റിപ്പുറത്താണോ, റോഡ് സൈഡിലാണോ, ഇവിടെയാണുള്ളത് അല്ലേ? ഇവിടെ തന്നെ, ദൂരത്തൊന്നും അല്ല, വലിയ വാഹനങ്ങൾ വന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഒഴുകുന്നിടത്തൊന്നുമല്ല. പക്ഷേ ഈ കുറ്റി പൊട്ടിക്കുമ്പോൾ 12,000 രൂപ ഉണ്ടാകും. അതിനകത്ത് അധികവും ഇടുന്നത് ഹൈന്ദവ സഹോദരങ്ങളൊക്കെയാണെന്നാണ് എന്നോട് ഇന്ന് ഇവിടുത്തെ സഹോദരൻ പറഞ്ഞത്. 4,000 വരെ വരാറുണ്ടല്ലേ. അതിലധികവും മുസ്ലിങ്ങളെക്കാൾ അധികം മറ്റ് സഹോദരങ്ങളാണ് നിക്ഷേപിക്കാറുള്ളത്. അത്രേ എന്തൊരു നന്മയാണ്. യഥാർത്ഥത്തിൽ നാടാകെ പള്ളികളും ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ചർച്ചുകളും ഉയർന്നു വന്നാലും ഈ നാടിനത് അപകടമല്ല, നന്മ മാത്രമാണ് സമ്മാനിക്കുന്നത്. പരസ്പര സ്നേഹവും സഹകരണവും സഹവർത്തിത്വവുമാണ് സമ്മാനിക്കുന്നത് എന്ന്
ഇന്നലകളിലെ പോലെ നാം ഇന്നും തിരിച്ചറിയുകയാണ് ഈ നാടിൻ്റെ മാതൃകകളിലൂടെ. ഞാൻ എൻ്റെ ചെറിയ കാലം ഓർത്തു പോവുകയാണ്. ഞാൻ നിങ്ങളുടെ നാട്ടിൽ നേരെ ദൂരെയല്ല. ഞാൻ കാളിയാർ എന്ന് പറയുന്ന പ്രദേശത്ത് എൻ്റെ കുട്ടിക്കാലം ചെലവിട്ട എൻ്റെ സ്കൂൾ അവിടുത്തെ സെൻറ് മേരീസ് ഹൈസ്കൂളാണ്. ആ സെൻറ് മേരീസ് ഹൈസ്കൂളിൻ്റെ നടത്തിപ്പുകാർ അവിടുത്തെ ചർച്ചായിരുന്നു. ആ ചർച്ചിലെ പുരോഹിതന്മാരായിരുന്നു. ആ ചർച്ചിലെ പുരോഹിതന്മാർ അവിടെ നയിക്കുന്ന അവരുടെ പള്ളികൾ, ആ ചർച്ച്, അവിടുത്തെ മീൻപള്ളി അറിയാമല്ലോ, കാളിയാറിലെ മീൻപള്ളി അറിയാവുന്ന ആളുകളുണ്ടായിരിക്കും. സെൻറ് റീത്താസ് ചർച്ചിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ മീനിന്റെ ഒരു ചിത്രമുണ്ട്. ആ പള്ളിയിൽ ഞാനൊക്കെ അതിന്റെ അൾത്താരയിലൂടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എത്രയാ കയറി നടന്നിട്ടുള്ളതെന്നൊരു കയ്യും കണക്കുമില്ല. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആ ടാപ്പ് സ്വന്തം പള്ളിയുടെ അല്ലെങ്കിൽ സ്വന്തം വീടിന്റെ ഭവനത്തിന്റെ പോലെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലമൊക്കെ സത്യത്തിൽ ഇന്ന് അത്തരത്തിലുള്ള നല്ല ഓർമ്മകൾക്ക് പകരം അപകടകരമായ പ്രവണതകൾക്ക് വഴിമാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഈ പരിവർത്തനത്തിന് വിധേയമായത്? നമ്മെ ആരാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് മതത്തിന്റെ പേരിൽ തമ്മിൽ അകറ്റിയത്? തീർച്ചയായിട്ടും ഞാൻ ഓർക്കുകയാണ്, ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ ആ പള്ളിയിലെ ആരാധനകളിൽ നമ്മൾ ആരും പങ്കുചേരാറില്ല. നമ്മൾ അവിടെ നടക്കുന്ന ആരാധനകളിൽ ആരും മറ്റു മതവിശ്വാസികളൊന്നും ചേരാറില്ല. അവരുടെ ആരാധന അവരുടേത് തന്നെയാണെന്ന് മനസ്സിലാക്കി ക്രൈസ്തവ സഹോദരങ്ങൾ ആരാധിക്കുന്ന ചർച്ചിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആരാധിക്കാൻ വേണ്ടിയായിട്ട് അവരാരും നിർബന്ധിക്കാറില്ല. അതോടൊപ്പം തന്നെ ആ പള്ളിയുടെ വിശാലമായ അങ്കണത്തിന്റെ സർവ്വസ്വാതന്ത്ര്യത്തിലും വിഹരിക്കാനുള്ള അവകാശത്തിൽ അവരാരും കൈവയ്ക്കാറില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് നമ്മളൊക്കെ എല്ലായിടങ്ങളിലും നമ്മുടെ നാടാകെ കണ്ടുവന്നിട്ടുള്ള അനുഭവങ്ങൾ അത് തന്നെയാണ്. പള്ളികൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ ടൗൺ ജുമാ മസ്ജിദിലാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ആ വഴി കടന്നു വരുമ്പോൾ. ആ പള്ളിയുടെ മുറ്റത്ത് പലപ്പോഴും ഈ പരീക്ഷകൾ പലതും നടക്കും. ആ പള്ളിയുടെ സ്കൂളിൽ പരീക്ഷകൾ നടക്കും. അങ്ങനെ പരീക്ഷകൾ നടക്കുന്ന സമയത്ത് ആ പരീക്ഷയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വരും. മിക്കവാറും ഒരാഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അവിടെ ഒരു പരീക്ഷ നടക്കും. അവധി ദിവസങ്ങളിലൊക്കെ ആ സ്കൂളിൽ പരീക്ഷകൾ നടക്കാറുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരീക്ഷകൾ. അത്തരം പരീക്ഷകളിൽ പങ്കെടുക്കാൻ വരുന്നവരിൽ അധികവും മുസ്ലിങ്ങളായിരിക്കില്ല. ഹൈന്ദവരായ ക്രൈസ്തവരായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൈക്കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് വന്ന് എൻ്റെ ആ പള്ളിയുടെ വിശാലമായ നഗരഹൃദയത്തിലുള്ള ആ പള്ളിയുടെ വിശാലമായ പാർക്കിംഗ് ഏരിയയുള്ള മുറ്റത്ത്, അതുപോലെ തന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ വിശാലമായ ഒരു തളമുണ്ട്. പള്ളിയുടെ തന്നെ ഭാഗമായി ജുമാ നമസ്കരിക്കാൻ വേണ്ടി ആളുകൾ നമസ്കരിക്കുന്ന ആ സ്ഥലത്ത് ഹൈന്ദവരും ക്രൈസ്തവരുമായ സഹോദരിമാർ അവരുടെ കൈക്കുഞ്ഞുങ്ങളെയുമായി വന്ന് ഇരിക്കുകയും കിടക്കുകയും മുലകൊടുക്കുകയും അവർ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യം എല്ലാ ആഴ്ചകളിലും എന്നോണം ഞങ്ങൾ കാണാറുണ്ട്. ഞങ്ങളത് അനുവദിച്ചു കൊടുക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഞങ്ങൾ ബാങ്ക് വിളിച്ച് പള്ളിയിലേക്ക് കയറി നിസ്കരിക്കാൻ പോകുമ്പോൾ ഈ ചേച്ചിമാരോ ചേട്ടന്മാരോ ഈ കുഞ്ഞുങ്ങളോ ആരും നമ്മളോടൊപ്പം നിസ്കരിക്കാൻ വരാറുമില്ല. ചില ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ നമസ്കാര ആരാധന മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞാൽ ആരാധനകൾ പങ്കുവയ്ക്കലാണെന്ന. ആരാധനകളിൽ പങ്കുവയ്ക്കലില്ല. ഓരോരുത്തരും അവരവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ മതത്തെ, അവന്റെ ദൈവത്തെ വിശ്വസിച്ച് അതനുശാസിക്കുന്നതിനനുസരിച്ച് ആരാധനകൾ നിർവഹിക്കുക എന്നതിൽ ഒരു വിട്ടുവീഴ്ച ആരും ചെയ്യാറില്ല. മുസ്ലിമിന്റെ പള്ളിയിലാ വന്നതെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വാങ്ങി വിളിക്കുമ്പോൾ കയറി നിസ്കരിക്കണമെന്ന് നമ്മൾ പറയുകയുമില്ല. ഹിന്ദുവിനോട് പറയാറില്ല, അവനത് ചെയ്യാറില്ല. നമ്മുടെ പള്ളിയിലാണ് അവർ ഉള്ളത്. ബാങ്ക് വിളിച്ചപ്പോൾ നമ്മളൊക്കെ കയറി നിസ്കരിക്കുകയാണല്ലോ. നമ്മുടെ പള്ളിയുടെ ഈ തളം അങ്കണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, വിശ്രമത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവരാരും നിസ്കാരത്തിന് കൂടുന്നില്ലല്ലോ എന്ന് ഇന്ന് വരെ ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവരവരുടേതായ മതവിശ്വാസങ്ങളുമായി അവരുടെ മനസ്സ് പുണർന്നവർ ജീവിക്കട്ടെ. അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര മനോഹരമാണ് നമ്മുടെ മലയാളത്തിന്റെ ദൃശ്യം, കേരളത്തിന്റെ ദൃശ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള മനോഹാരിതകളെ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഉണർത്തുകയും അതിൻ്റെ മനോഹരമായ ചമൽകൃതമായ ദൃശ്യങ്ങൾ തീർക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളുടെ പേരാണ് പള്ളികളെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പള്ളികളെക്കുറിച്ച്, ക്ഷേത്രങ്ങളെക്കുറിച്ച്, ചർച്ചുകളെക്കുറിച്ച്, ആരാധനാലയങ്ങളെക്കുറിച്ചുള്ള ആ ഉത്തമമായ ഉദാരവും ഉദാത്തവുമായ ധാരണകൾ ഇന്ന് അട്ടിമറിക്കപ്പെടുകയും പള്ളികൾ കേന്ദ്രീകരിച്ച്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച്, ചർച്ചുകൾ കേന്ദ്രീകരിച്ച് വിദ്വേഷത്തിന്റെ പ്രചാരണങ്ങളും പ്രസംഗങ്ങളും അരങ്ങു തകർക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ മനോഹരമായ ഒരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെടുകയും ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ ഭേദങ്ങളും മറന്നുകൊണ്ട് ഒന്നിച്ചിരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഈ കാഴ്ച കാണുമ്പോൾ ഈ ഒരു ഇന്നലകളെ ഇന്നും ചേർത്ത് പിടിക്കാനും അതിന് ഭംഗം വരുത്താൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളുടെയും നേരെ പ്രതിരോധം തീർക്കാനും ശ്രമിക്കുന്ന ഈ നാടിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, ഞാനധികം വന്ന് ഇവിടെ കണ്ടു പഠിച്ചിട്ടൊന്നുമല്ല.
വിളിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഇതിൻ്റെ ചുറ്റും താമസിക്കുന്ന ഇതര മതസ്ഥരാണ്, അവർ ഞങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെ പോലെ ഈ പള്ളിക്ക് വേണ്ടി അവർ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ കണ്ടല്ലോ മൊമന്റോ കൈമാറിയപ്പോൾ അതിനകത്ത് പലപ്പോഴും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളാണ് പലരും. അവർക്ക് നമ്മൾ മൊമന്റോ കൈമാറി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഓരോരുത്തരെയും വിളിച്ചപ്പോൾ നമ്മുടെ ഉസ്താദ് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ വിളിച്ചു പറഞ്ഞത് അവരൊക്കെ അവർ ചെയ്ത സേവനത്തിന് ഞങ്ങൾ പകരം കൊടുക്കുകയല്ല, അതിന് കഴിയില്ല. കാരണം അവരിതിനകത്ത് ഒരുപാട് സഹിച്ചിട്ടുണ്ട്, നഷ്ടം സഹിച്ചിട്ടുണ്ട്, ഇതൊരു പള്ളിയാണെന്ന് കണക്കാക്കിയിട്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ നന്മകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പള്ളികൾക്ക് വളരെ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമിൽ പള്ളികൾ എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ